ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ലാസ്റ്റ് എക്സ്പെൻസിൻ്റെ അടുത്തത് സിക്സ്ത് ലോയാണ്. അപ്പോൾ സിക്സ്ത് ലോ a raised to 0 is equal to 1. That is any number raised to the power 0 is equal to 1. അപ്പോൾ ഇവിടെ എക്ക് വരെ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 7 കൊടുക്കുകയാണ്. 7 raised to 3 തൊട്ട് കൊടുക്കുകയാണ്. 7 raised to 4 തൊട്ട് വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. ദാറ്റ് ഈസ് 343. ഇനി 7 സ്ക്വയർ ആകുമ്പോഴത്തേക്ക് 49. 7 raised to 1 മീൻസ് 7 തന്നെയാണ്. ദാറ്റ് ഈസ് 7. ഓക്കെ, ഇനി നോക്കി ഇവിടെ നമ്പർ പാറ്റേൺ വെച്ചാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇവിടെ 7 to the power ഇവിടെ 3, 2, 1 അടുത്ത പവർ 0 വരും. 7 to the power 0 is equal to ഇവിടെ നോക്കി ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതിന്റെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 7 കിട്ടും. 7 അപ്പോൾ അടുത്ത ഏതായിരിക്കും 7 ഡിവൈഡ് ബൈ 7 is equal to 1. ഓക്കെ, അപ്പോൾ ഇനി നമ്പർ ഇസ് ടു പവർ 0 is equal to 1. അപ്പോൾ അത് നമുക്ക് 7 വെച്ച് 5 വെച്ച് ഏത് നമ്പർ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യണം. ഞാൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തെന്ന് തോന്നുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത് 7th ലോ എന്ന് പറയുമ്പോഴത്തേക്ക് 7th ലോ a raised to minus m is equal to 1 by a raised to m. അപ്പോൾ അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയാൽ മതി. 3, 2, 1, 0 അടുത്തത് 7 raised to minus 1. ഓക്കെ, is equal to ഇവിടെ നോക്കിയേ ഡിവൈഡ് ബൈ 7 അല്ലേ ചെയ്തത്. അപ്പൊ അടുത്തത് 1 by 7. 7 raised to 1 വെച്ചാൽ ഇവിടെ 7 1 വരും അല്ലേ. ഓക്കെ, ഇനി 7 raised to ഇത് നോക്കി 3, 2, 1, 0 minus 1 ടീച്ചർ ഒരു വീഡിയോ ചെയ്തല്ലേ. -1 ഇവിടെ എല്ലാം -1 അല്ലേ. -1 ദാറ്റ് ഈസ് -2 -2 is equal to ഇവിടെ നോക്കിയേ ഇവിടെ 1 by 7 raised to 1 ആണ്. അടുത്തത് ചെയ്യാറേ. അപ്പൊ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 7 ആണ്. നമ്മൾ 1 by 7 എഴുതി. അപ്പൊ അടുത്തത് 1 by 7 ഡിവൈഡഡ് ബൈ 7. 7 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് RHS കിട്ടും. ഓക്കെ, അപ്പോഴത്തേക്ക് 1 by 7 ഇവിടെ ഇൻറ്റു ഇവിടെ 1 ആണ്. 1 by 7 അപ്പൊ എന്താ കിട്ടും 1 by 7 സ്ക്വയർ. ഓക്കെ, 1 by 7 raised to 2 കിട്ടും. ഓക്കെ കേട്ടോ. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവ് പവർ പോസിറ്റീവ് ആകണമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 1 by 7 സ്ക്വയർ. അപ്പൊ അതേപോലെ 7 raised to -3 ആണെങ്കിലും 1 by 7 raised to 3 അങ്ങനെ എനി നമ്പർ raised to the power -m is equal to 1 by that is the reciprocal 1 by a raised to m. അപ്പൊ a raised to -m 1 by ഇടുമ്പോഴാണ് നമ്മൾ റെസിപ്രോക്കൽ ഇടണം. അപ്പൊ 2 by 3ന്റെ അല്ലെങ്കിൽ 5 എടുക്കാം. 5ന്റെ റെസിപ്രോക്കൽ എങ്ങനെയാണ് നമ്മൾ അതങ്ങോട്ട് മറിച്ചിരുന്നു. അപ്പൊ 1 by 5 കിട്ടും. ഓക്കെ, അപ്പൊ അതേപോലെ a raised to -mന്റെ റെസിപ്രോക്കൽ ആണ് 1 by a raised to m. അപ്പോഴത്തെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതല്ലേ, ഈ നെഗറ്റീവ് പവർ പോകണമെങ്കിൽ 1 by ഇട്ടാൽ ഇതങ്ങ് പോസിറ്റീവ് ആകും. ഓക്കെ, ഇനി അപ്പോൾ ഒരു ലോയും കൂടെ ഉള്ളൂ 8th ലോ. പിന്നെ ഇതും ഒരു ലോ ആയിട്ട് എഴുതാറുണ്ട് കേട്ടോ. അത് ഇത് തന്നെയാണ് കേട്ടെ. ചില സ്കൂളുകളിലൊക്കെ ഇതും കൂടെ ഒരു ലോ ആയിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് നമുക്ക് എഴുതിയേക്കാമേ. a raised to 1 is equal to a itself. സെവൻത്ത് ലോ നമ്മൾ കൊടുക്കുന്ന ദാറ്റ് ഈസ് a raised to 1. a raised to 1 is equal to a തന്നെയാണ്. എനി നമ്പർ raised to the power 1. That is 8 raised to 1 is equal to 8. അപ്പൊ 8 എന്ന് പറയുന്നത് 8 raised to 1 ആണ്. 8 എഴുതിയതാണ്. a raised to -m is equal to 1 by a raised to m. അപ്പൊ അതേ 9 വെച്ചാൽ നിർത്തിയാണ്. ഓക്കെ, 9th ലോ എന്ന് പറയുമ്പോഴത്തേക്ക് a by b the whole raised to -m ആണ്. -m is equal to നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തോ കിട്ടുമെന്നേ. ഓക്കെ, അല്ലെങ്കിൽ ലോ എങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് b by a the whole raised to m. ഓക്കെ, അതെങ്ങനെ. അപ്പൊ a by b the whole raised to -m നമ്മൾ വേറെ ലോ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. a by b the whole raised to m is equal to a raised to m by b raised to m പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അത് ആദ്യം എഴുതാണ്. a by b the whole raised to -m എന്ന് പറഞ്ഞാൽ ഈ പവർ ഇത് രണ്ടിനും ബാധകമാണ്. ഓക്കെ, is equal to a raised to -m by b raised to -m. നമ്മൾ ഏത് ലോ ആണ് പഠിച്ചത്? a by b. നിങ്ങൾ ഇങ്ങനെ പഠിച്ചതല്ലേ. a raised to m by b raised to m is equal to a by b the whole raised to m. നിങ്ങൾ ഈ എല്ലാ ലോയും അതിന്റെ റിവേഴ്സും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. a by b തന്നാൽ ഈ പവർ ഇത് രണ്ടിനും
ബാധകമാണ്. ഓക്കെ, അപ്പൊ ഈ ലോ യൂസ് ചെയ്താണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി ഈസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് എം ഡിവൈഡഡ് ബൈ ബി റേസ് ടു മൈനസ് എം ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ഈസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് എമ്മിന് നമുക്ക് കൊടുക്കാമല്ലോ. നമ്മൾ ലോ പഠിച്ചല്ലോ, 1 ബൈ എ റേസ് ടു എം. റെസിപ്രോക്കൽ ആണ് 1 ബൈ എ റേസ് ടു എം. ഇനി ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് 1 ബൈ ബി റേസ് ടു എം. ഇനി ഫ്രാക്ഷന്റെ ഡിവിഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 ബൈ എ റേസ് ടു എം ചേഞ്ച് ഒന്നുമില്ല. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുകയാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് ബി റേസ് ടു എം ബൈ 1. അപ്പോൾ ഈസ് ഈക്വൽ ടു ബി റേസ് ടു എം ബൈ എ റേസ് ടു എം. ഇനി നമ്മളിവിടെ ലോ എടുക്കാൻ നോക്ക്. എന്ന് പറഞ്ഞാൽ എ ബൈ ബി ദ ഹോൾ റേസ് ടു. അപ്പൊ ഇവിടെ ബി ബൈ എ കിടക്കുന്നത്, ബി ബൈ എ ദ ഹോൾ റേസ് ടു എം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പവർ പോസിറ്റീവ് ആകണമെങ്കിൽ ഈ അകത്ത് കിടക്കുന്നതിനെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിന്റെ റെസിപ്രോക്കൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പവർ നമുക്ക് ഇവാലുവേറ്റ് ഒക്കെ ആണെങ്കിൽ പോസിറ്റീവ് പവർ ആണെങ്കിൽ ഇവാലുവേറ്റ് ഫൈൻഡ് ദ വാല്യൂ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലോ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന എപ്പോഴും പവർ പോസിറ്റീവ് ആയാലും നമുക്ക് വാല്യൂ എടുക്കാനൊക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. 2 raised to negative 3 is the first question. 2 raised to negative 3. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും വാല്യൂ ആകുമ്പോഴത്തേക്ക് പവർ പോസിറ്റീവ് ആയിരിക്കണം. നമുക്കിപ്പോ 2 raised to 4 ഒക്കെ വാല്യൂ എഴുതാൻ പറ്റും. 2 raised to 3 ആണെങ്കിൽ വാല്യൂ എഴുതാൻ പറ്റും. 2 raised to 2 ആണെങ്കിൽ വാല്യൂ ഇസ് ഈക്വൽ ടു 4 ആണ്, ഇസ് ഈക്വൽ ടു 8. ഇതാണെങ്കിൽ 16 അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫൈൻഡ് ദ വാല്യൂ ആകുമ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് പോസിറ്റീവ് ആക്കണം. അപ്പോൾ നമുക്ക് ലോ ഉണ്ടല്ലോ, ദറ്റ് ഈസ് ഏത് ലോയാ യൂസ് ചെയ്യുന്നത്? എ റേസ് ടു മൈനസ് എം ഇസ് ഈക്വൽ ടു 1 ബൈ എ റേസ് ടു എ. എല്ലാ ക്വസ്റ്റ്യനും ലോ സൈഡിൽ എഴുതി തന്നെ ചെയ്തോളണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ നെഗറ്റീവ് പവർ പോകണമെങ്കിൽ 1 ബൈ ഇട്ടാൽ മതി. ദാറ്റ് ഇസ് ദ റെസിപ്രോക്കൽ. 2 റേസ് ടു 3 ഇസ് ഈക്വൽ ടു 1 ബൈ 2 റേസ് ടു 3 ഇസ് 2 into 2 into 2 is equal to 1 by 8. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ്റെ ലോ എഴുതി പോകണേ. അപ്പം നിങ്ങൾക്ക് ലോയും നല്ല ഫെമിലിയർ ആകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1 by 3 raised to minus 2. 1 by 3 raised to negative 2. ഓക്കെ, is equal to നമുക്കൊന്ന് ചെയ്ത് നോക്കാമേ. ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടൊന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ 1 ഡിവൈഡഡ് ബൈ 3 റേസ് ടു മൈനസ് 2 ആണ്, ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഇതിന്റെ ലോ നമുക്കറിയാലോ. എ റേസ് ടു മൈനസ് എം ഇസ് 1 ബൈ എ റേസ് ടു എം, ദാറ്റ് ഇസ് 1 ബൈ 3 സ്ക്വയർ. ഒന്ന് നന്നായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇസ് ഈക്വൽ ടു നമ്മളിത് ഇൻറ്റു ആക്കിയാൽ 3 സ്ക്വയർ ബൈ 1. അപ്പൊ ലാസ്റ്റ് എന്ത് കിട്ടും? 3 സ്ക്വയർ കിട്ടും. അപ്പം 1 ബൈ 3 റൈസ് ടു മൈനസ് 2ന്റെ ആൻസർ 3 സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ബൈ 4 റൈസ് ടു മൈനസ് 3യുടെ ആൻസർ എന്തോ ആയിരിക്കും? നമുക്ക് ഇത്രയും ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുമല്ലേ? ഈ 4 റൈസ് ടു 3 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി 1 ബൈ 5 raised to minus 4 ആണെങ്കിൽ the answer must be 5 raised to 4. കുറെ പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. 1 ബൈ അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിപ്രോക്കൽ വരും. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ 2 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സിംപ്ലിഫൈ ആണ് കേട്ടോ. സിംപ്ലിഫൈ first question for negative 4 raised to 5 into negative 4 raised to 10. ഇത്രയുള്ള. അപ്പൊ ഏത് ലോ ആണെന്ന് നോക്കണം കേട്ടോ. ഏത് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇത് രണ്ടും സെയിം ആണ്.
അപ്പോൾ ഞാനിവിടെ എ കൊടുക്കുകയാണ്, ഇതും എ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ലോയാ വരുന്നത്? പവർ ഡിഫറൻറ്റും ആണ്. അപ്പോൾ എ റേസ് ടു എം ഓ ഇൻറ്റു എ റേസ് ടു എൻ ഓ ദ ഫസ്റ്റ് ലോ ആണല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരുന്ന പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ദറ്റ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം പ്ലസ് എൻ. By using this law, the answer is equal to -4 the whole raised to 5 plus 10. ഞാൻ എക്സാമിന് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ എഴുതി ചെയ്തതാണ്. -4 the whole raised to 15 is the answer. അപ്പോൾ അവിടെ സിംപ്ലിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങനെ കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയോടെ. -4 raised to നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ -10 ആയിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഇത് ചെയ്യാം. ഇത് ചെയ്തില്ല ഈ ആൻസർ കിട്ടാം. അതല്ല, ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയി. 4 raised to 5 ഇൻറ്റു -4 raised to -10 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഇസ് ഈക്വൽ ടു -4 the whole raised to 5 plus -10 is equal to -4 the whole raised to ഡിഫറൻസ് സൈൻ ആണ്. ഡിഫറൻസ് 5 ആണ്. വലിയ സൈൻ കളയുമ്പോൾ വലിയ നമ്പർ 10 ആണ്. അത് സൈൻ നെഗറ്റീവ് ആണ്. ഓക്കെ, അതിന്റെ ടെക്സ്റ്റിലെ ആൻസർ അതാണ് കേട്ടോ. -5 the whole raised to -5. അതിവിടെ സിംപ്ലിഫൈ ആണ്. അപ്പോൾ ഈ സാധാരണ നമ്മളെ ആൻസർ ഉണ്ടല്ലോ അല്ലേ, ഈ നെഗറ്റീവിൽ കൊടുക്കാറില്ല പവർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏതിലോ യൂസ് ചെയ്യാം. a raised to -m is equal to 1 by a raised to m യൂസ് ചെയ്ത് that is 1 by -4 the whole raised to 5 എന്ന് കൊടുക്കാം. ഫൈൻഡ് ദ വാല്യൂ ആണെങ്കിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ ലോ എഴുതിയിട്ടാൽ പിന്നെ സിംപ്ലിഫൈ ഒക്കെ ആണെങ്കിൽ ലോ എല്ലാം എഴുതണ്ടല്ലേ. നിങ്ങളുടെ സിംപ്ലിഫൈയിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ലോസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ലോസ് എല്ലാം എഴുതി അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 raised to 5. ചില കുട്ടികളാണെങ്കിൽ ലോസ് എഴുതത്തേ ഇല്ല. ഡിവൈഡ് ബൈ 2 raised to 8. ഈ ഡിവിഷന്റെ സൈൻ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ. 2 raised to 8 the whole raised to 5 into 2 raised to -5. 2 raised to -5. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കട്ടെ. 2 raised to 5 divided by 2 raised to 8 the whole raised to 5 into 2 raised to -5 തന്നെയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കാനുള്ളത് ആദ്യത്തെ എന്തായാലും നമുക്ക് ബോർഡ് മാസ് ഒക്കെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആദ്യം നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായാലും ബേസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോ യൂസ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് 2 raised to 5 minus 8. അപ്പൊ പിന്നെ ബ്രാക്കറ്റിൽ എഴുതുന്ന കാര്യം ദ ഹോൾ റേസ് ടു ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസറേ ആയുള്ളൂ കേട്ടോ. അപ്പൊ ദ ഹോൾ റേസ് ടു 5 ഇടാൻ മറക്കരുത്. ഈക്വൽ ടു ഇൻറ്റു 2 raised to -5. അപ്പൊ നമ്മൾ ഏത് ലോയാ യൂസ് ചെയ്തത്? a raised to m divided by a raised to n is equal to a raised to m minus n. അപ്പോൾ ലോ എഴുതിക്കൊള്ളണം. ഇസ് ഈക്വൽ ടു ഇവിടെ 2 raised to -3. ചെറിയ നമ്പറിന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ച് സബ്ട്രാക്ട് ചെയ്ത് നെഗറ്റീവ് സൈനം കൊടുത്താൽ മതി. ദ ഹോൾ raised to 5 into 2 raised to -4. ഇവിടെ നമ്മൾ ലോ എന്ന് എഴുതണ്ട, ബിക്കോസ് നമ്മൾ ഇൻഡിജേഴ്സിന്റെ കാൽക്കുലേഷനല്ലേ ചെയ്തത്. is equal to ഇവിടെ law ഉണ്ട് a raised to m the whole raised to n. Okay, is equal to 2 raised to -3 into 5 is -15 into 2 to the power -5. അവിടെ law എഴുതണം. a raised to m the whole raised to n is equal to a raised to m into m. Okay, ഇവിടെ ഇനി ഏത് ലോ ആണ്? ഫസ്റ്റ് ലോ ആണ് അല്ലെ. ബേസ് സെയിം ആണ്. ബേസ് സെയിം ആകുമ്പോഴത്തേക്ക് is equal to 2 to the power -15 plus -5 is equal to 2 to the power. അവിടെയും ഒന്ന് ലോ എഴുതിയാൽ നല്ലത്. m plus n. Okay, yeah, is equal to 2 to the power. രണ്ട് നെഗറ്റീവ് സൈൻ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. -20. നമ്മൾ ആൻസർ എഴുതുമ്പോഴത്തേക്ക് പവർ ഒന്ന് പോസിറ്റീവ് ആക്കി എഴുതുക. ദാറ്റ് ഈസ് 1 by 2 raised to 20. അവിടെ ഏത് ലോ ആണ്? a raised to -m is equal to 1 by a raised to m is equal. ഓക്കെ, ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ കേട്ടോ.